അച്ഛാ നിങ്ങൾ തിന്നെ. എന്താ തോന്നണേ? അതാണ് കേരളം കുറെ സിമിലാരിറ്റി ഉണ്ട് കേട്ടോ. പിന്നെ നല്ല ചൂടാണ്. അങ്ങനെ ഞങ്ങൾ റൂമിലെത്തിയിട്ടോ. ഇതാണ് നമ്മുടെ റൂം. ബേസിക്കലി എന്താണെന്നറിയോ, നമ്മളിപ്പോ ഇച്ച പറഞ്ഞ പോലെ തൃശ്ശൂരൊക്കെ ഇങ്ങനെ ഒരു 3 സ്റ്റാർ നല്ല ഹോട്ടലിൽ പോയി നിൽക്കില്ലേ, അത്രേ തോന്നിയുള്ളൂ. പക്ഷെ നമ്മൾ വെക്കേഷൻ അല്ലേ, അപ്പോൾ ഒരു എസ്പെഷ്യലി ബീച്ചൊക്കെ ഉള്ള സ്ഥലമാകുമ്പോൾ നമുക്കൊരു ബീച്ച് ഫേസിങ്ങോ അതല്ലെങ്കിൽ ഒരു ബീച്ച് വില്ലയൊക്കെ ആയിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു കേട്ടോ. അതും ഇവിടെ ഭയങ്കര ചീപ്പായി കിട്ടുമെന്ന് പിന്നെ ഞങ്ങൾ അറിഞ്ഞു. അത് നമ്മൾ ശരിക്കും ഗൈഡ് ഒരാളുണ്ടായിരുന്നില്ല. എനിവേസ്, അപ്പൊ നമ്മള് റൂമിലൊന്നും നിൽക്കാൻ തോന്നിയില്ല. വേഗം റെഡിയായി ഞങ്ങൾ വെറുതെ താഴെയൊക്കെ സ്ട്രീറ്റൊക്കെ ഒന്ന് ചെക്കൗട്ട് ചെയ്യാൻ വേണ്ടി പോയായിരുന്നു. ഇത് അങ്ങനെ ഭയങ്കര ഹാപ്പനിങ് അല്ലെങ്കിൽ ഒരു വൈബ് സ്ഥലമൊന്നുമില്ല. ജസ്റ്റ് ഇങ്ങനെ പോയി കണ്ടു. പിന്നെ അവിടെ നിന്നൊരു ഇളനീര് കുടിച്ചു. നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. പിന്നെ അപ്പോഴേക്കും ഞങ്ങൾ പിക്കപ്പ് ചെയ്ത് സൺസെറ്റ് ടൗൺ പോയി. ഈ സൺസെറ്റ് ടൗൺ ആണ് കേട്ടോ. ആക്ച്വലി നിങ്ങൾ വരുവാണെങ്കിൽ എന്തായാലും ഒരു ദിവസം ഒരു 3-4 ഒക്കെ ആകുമ്പോൾ വന്ന് ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യാനുള്ളൊരു സ്ഥലമുണ്ട്. നല്ല ഭംഗിയുള്ള ബിൽഡിങ്സും പിന്നെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റിയ സ്ഥലമാണ്. അപ്പം ഞങ്ങൾക്ക് എന്തായാലും അതിന് സമയം കിട്ടിയില്ല. ബിക്കോസ് ലേറ്റ് ആയിട്ടാണ് വന്നത്. അപ്പം ഇത് ആക്ച്വലി പ്ലാനിലും ഉണ്ടായിരുന്നില്ല. അപ്പം ഇത് ഇൻസ്റ്റാഗ്രാമിൽ ഭയങ്കര വൈറൽ സ്ഥലമാണ് കേട്ടോ. പക്ഷെ രാത്രി ആയതുകൊണ്ട് അത്ര അങ്ങനെ പറ്റില്ലെങ്കിലും ബട്ട് എനിവേസ് ഇപ്പൊ നമ്മള് നേരെ അവിടെ നിന്ന് ഇങ്ങനെ സൺസെറ്റ് ടൗണിൽ നിന്ന് ഇച്ചിരി ഉള്ളൂ നൈറ്റ് മാർക്കറ്റിലേക്ക്. അപ്പൊ നൈറ്റ് മാർക്കറ്റിലേക്ക് പോയി. നൈറ്റ് മാർക്കറ്റ് വഴി നമുക്ക് കിസ് ബ്രിഡ്ജിലേക്ക് പോകാൻ പറ്റും. കിസ് ബ്രിഡ്ജിലും പിന്നെ അധികം ടൈം സ്പെൻഡ് ചെയ്യാനില്ലല്ലോ, സൺസെറ്റ് ഒക്കെ പോയില്ലേ. നമുക്ക് ആ വഴി നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് ആ വഴി നമുക്ക് നമ്മുടെ ഷോ നടക്കുന്ന സ്ഥലത്തേക്ക് പോകാം. ഇതേ പോണ വഴി ഇതുപോലത്തെ ലബോബോസും ട്രാൻസ്ഫോമേഴ്സും കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമാണ് സാധനങ്ങളൊക്കെ ഇങ്ങനെ അതേനൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ബേസിക്കലി ഇത് ഭയങ്കര ഒരു വൈബുള്ള ഒരു നൈറ്റ് മാർക്കറ്റ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റ് മ്യൂസിക്, പിന്നെ നല്ല ഫുഡ്, പിന്നെ കുറെ ആൾക്കാരുണ്ട്. അപ്പൊ ആൾക്കാരൊക്കെ കണ്ട് ഇങ്ങനെ നമുക്ക് വെറുതെ ഇതൊക്കെ കണ്ടിങ്ങനെ നടക്കാം. നമ്മള് ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ട്രൈ ചെയ്തില്ല കേട്ടോ. വെറുതെ വീഡിയോക്ക് വേണ്ടിയിട്ട് നമ്മുടെ ആരോഗ്യം കളയണ്ടല്ലോ. അപ്പൊ ഞങ്ങൾ പക്ഷെ ബാന്യ കഴിച്ചു. ബാന്യ എല്ലാവരും കഴിച്ചോളാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ സ്ഥലത്തിന് വൈബ് നോക്കിയാ എനിക്ക് മനസ്സിലായോ. ഇഷ്ടപ്പെട്ടു. എനിക്കല്ല ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടം. നിങ്ങൾക്ക് ഇഷ്ടമാവുന്നേ. ഇപ്പൊ എന്തായാലും ഇവിടെ വരുന്നുണ്ടെങ്കിൽ ഫുക്കൊക്കെ വരുന്നുണ്ടെങ്കിൽ ഇതൊക്കെ കണ്ടോളൂ കേട്ടോ. പിന്നെ ഭാവയാണെങ്കിൽ അവനിങ്ങനെ ഇറങ്ങി നടക്കാൻ വേണ്ടിയായിരുന്നു. മേത്തിരിക്കുന്ന അത്ര ഇഷ്ടാവണില്ല. പിന്നെ ട്രാൻസ്ഫോമറിന് കണ്ടു. അപ്പം എനിക്ക് തോന്നുന്നു ഇച്ചയാണ് കുറച്ചും കൂടി എക്സൈറ്റഡ് ആയിരുന്നു. വാവയ്ക്ക് ഇങ്ങനെ ഇച്ചിരി പേടിയായിരുന്നു തോന്നുന്നു. പാവം. പിന്നെ ചില സ്ഥലത്ത് ഭയങ്കര പീസ്ഫുൾ ആണ്. പിന്നെ നല്ല ഫുഡൊക്കെ ഉണ്ട്. അപ്പം എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലം. നമ്മളിങ്ങനെ റിലാക്സ് ചെയ്തൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ നിങ്ങൾ എന്തായാലും മിസ്സാക്കണം. ഈ നൈറ്റ് മാർക്കറ്റ് എന്തായാലും വന്നോളൂ കേട്ടോ. നമ്മുടെ അടുത്തൊരു നൈറ്റ് മാർക്കറ്റ് ഉണ്ട്, ഡുംഡോം. അപ്പൊ അത് കുറച്ചും കൂടി നമ്മുടെയൊക്കെ മിഠായി തെരുവൊക്കെ പോലത്തെ ഒരു സ്ഥലമാണ്. പക്ഷെ ഇത് കുറച്ചും കൂടി ഭയങ്കര സ്റ്റാൻഡേർഡ്, ഭയങ്കര ലൈറ്റ് സൗണ്ട്. എനിക്ക് ഈ സ്ഥലം ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതാണ് നമ്മുടെ കിസ് ബ്രിഡ്ജിന്റെ അങ്ങോട്ട് കയറുന്ന എൻട്രൻസ്. ഇവിടെ നമുക്ക് ടിക്കറ്റിന് QR ഉണ്ടാവും. അത് സ്കാൻ ചെയ്ത് കയറുക. പിന്നെ രാത്രി ആയതുകൊണ്ട് ഇവിടെ അത്ര ആളുകളൊന്നും ഇല്ല, നിങ്ങൾ കാണാം. അപ്പം അധികം ഫോട്ടോസ് ഒന്നും എടുക്കാനൊന്നും പറ്റില്ലല്ലോ. പക്ഷെ നമ്മൾ എന്തായാലും വന്നതല്ലേ, കിസ് ബ്രിഡ്ജ് കാണാതെ എങ്ങനെയാ പോകുന്നത്. വേറൊരു കാര്യം എന്താണെന്നറിയോ, നമ്മൾ ആക്ച്വലി ഞാൻ പറയില്ലേ സൺസെറ്റ് അവിടെ നടന്ന് ആള് നമ്മള് നൈറ്റ് മാർക്കറ്റിന് അവിടെ ഡ്രോപ്പ് ചെയ്ത് നൈറ്റ് മാർക്കറ്റ് ഇച്ചിരി ഇങ്ങനെ നടക്കാറുണ്ട് കേട്ടോ. പിന്നെ കിസ് ബ്രിഡ്ജിൽ പോയി. കിസ് ബ്രിഡ്ജിന്റെ അവിടേക്കും കുറച്ച് നടക്കാറുണ്ട്. പിന്നെ അവിടുന്ന് കിസ് ബ്രിഡ്ജിന്റെ അവിടെ നമ്മൾ കിസ് ഓഫ് ദ സീ ഷോ കാണാനാ പോകുന്നത്. അപ്പൊ ഷോ നടക്കുന്ന സ്ഥലത്തേക്കും കുറെ നടക്കാറുണ്ട്. ബേസിക്കലി വാവനെയും പിടിച്ച് നടന്ന് നമുക്ക് വയ്യാതെ കാലൊക്കെ വേദനിച്ച്. പിന്നെ ഇന്നലത്തെ ട്രാവലും ഇതിനൊക്കെ വേറെ എൻട്രൻസ്. അപ്പൊ നമുക്ക് വണ്ടിയിൽ നമ്മളെ ഡ്രോപ്പ് ചെയ്യാവുന്നേ ഉള്ളൂ, അല്ലെങ്കിൽ ബഗ്ഗി എടുത്ത് പോയാലും മതി. അപ്പൊ അറിയാത്തോണ്ട് നടക്കുകയും ചെയ്തു. ആകെ വേദനയായി. ബട്ട് സ്റ്റിൽ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് ആ ഒരു അഡ്രിനാലിൻ ഉണ്ടായിരുന്നു നമുക്ക്, അതുകൊണ്ട് രക്ഷപ്പെട്ടു. പിന്നെ അവിടെ ഒരു കാഫേ ഒക്കെ ഉണ്ട്. അപ്പൊ വേണമെങ്കിൽ നമുക്ക് അവിടെ ഇരുന്ന് ചായ കുടിക്കാം. ഇതാണ്ടോ കിസ് ബ്രിഡ്ജ്. കണ്ടോ, രണ്ടെണ്ണം കിസ് ചെയ്യാൻ നിൽക്കണം പറഞ്ഞിട്ട്. പിന്നെ ഈ സ്റ്റെപ്സ് ഒക്കെ കയറി മുകളിലെത്തി ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു ബിൽഡിംഗ് ഉണ്ട്. അവിടെയാണ് നമ്മുടെ ഷോ നടക്കുന്നത് കേട്ടോ. ഷോ എന്തെങ്കിലും മിസ് ചെയ്യുന്ന നല്ല ഷോ ആണ്. അപ്പം ആ ഷോയിലേക്കാണ് നമ്മൾ പോണത്. പക്ഷെ എനിക്ക് അപ്പോഴേക്കും വയ്യാതെ തളർന്നു മക്കളെ, തളർന്നു. എന്തായാലും അവർ ലേറ്റ് ആയി ഞങ്ങള് ട്രാവൽ ഏജൻസിക്കാരുടെ ഇച്ചിരി അടിയാക്കി ഉണ്ടാക്കിയെങ്കിലും പിറ്റേ ദിവസം രാവിലെ 8:30 വരാൻ പറഞ്ഞിട്ട് ഞങ്ങൾ കിടന്ന് ഉറങ്ങിപ്പോയിന്നെ ക്ഷീണിച്ചിട്ട്. നമ്മൾ തന്നെ ലേറ്റായി.
എനിവേസ് നമ്മൾ ഈ ഷോ കയറുമ്പോൾ ആ ബിൽഡിംഗിൽ അവിടെ നമുക്ക് ഈ സാധനം തരും കേട്ടോ. അത് ഐസ്ക്രീമാണ്, അതല്ലെങ്കിൽ ബീർ തരും, ഓപ്ഷനിലാണ്, നമുക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. ഇനി ഇതാണ് നമ്മുടെ ഷോ നടക്കുന്ന സ്ഥലം. ഈ സ്റ്റെപ്പ് പോലെ നമ്മുടെ നാട്ടിലൊക്കെ ഇല്ലേ, അതുപോലെ തന്നെ. പക്ഷെ എന്ത് പറ്റിയെന്നറിയോ, അപ്പോഴേക്കും മഴ പെയ്തു. മഴ പെയ്തപ്പോ കുഞ്ഞുള്ളതുകൊണ്ട്, അല്ലെങ്കിൽ ഞാൻ ഉച്ചയ്ക്ക് നീ മഴ എത്തിരുന്നത് അടിപൊളിയായിരിക്കും കേട്ടോ കാണാൻ. വാവയുള്ളതുകൊണ്ട് നമ്മള് ഇത് ബാക്കിലേക്ക് ഒരു ചെറിയൊരു ഏരിയ ഉണ്ട്, ഇവിടെ കയറി നിന്നു. പിന്നെ ഷോ തുടങ്ങിയപ്പോഴേക്കും ഒരു 10 മിനിറ്റ് കുഴപ്പമുണ്ടായിരുന്നില്ല, ഞങ്ങളിങ്ങനെ എൻജോയ് ചെയ്ത് കണ്ടോണ്ടിരിക്കായിരുന്നു കേട്ടോ. നല്ലതല്ലേ? അങ്ങനെ ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും എന്റെ കുഞ്ഞു കരയാൻ തുടങ്ങി. അവന് ഞാൻ വിളിച്ച് ഭയങ്കര ഇഷ്ടമായിരുന്നു, പക്ഷെ നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു. അവൻ ഭയങ്കര ക്രാങ്കിയായി കരച്ചിൽ തുടങ്ങി. പാൽ കൊടുക്കാണ്ട് ഒരു രക്ഷയില്ല. അവിടെ പിന്നെ ആരും നമ്മൾ നോക്കൊന്നുമില്ല, നമ്മളും ആരും നോക്കണ്ട. ഇട്ടാൽ ഡ്രസ്സ് ഇട്ടാലും ഇട്ടില്ലെങ്കിലും ഒന്നും ഒരു പ്രശ്നമില്ലാത്തൊരു പോലത്തെ സ്ഥലം. അപ്പൊ ഞാൻ അവിടെ നിന്ന് ഫീഡ് ചെയ്തു. എനിക്കങ്ങനെ ഡിസ്കംഫർട്ട് ഒന്നും തോന്നിയില്ല, അവിടെ നിന്ന് ഫീഡ് ചെയ്തു കൂട്ടാം. ഞാൻ കുഞ്ഞിനെ കഴിപ്പിച്ചിട്ട് ഇങ്ങനെ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കാം. എന്റെ പൊന്നെ, എനിക്കൊരു പോയിന്റിലേ എനിക്കിങ്ങനെ തോന്നി, എന്തിനാ മോളെ ഇങ്ങോട്ട് വന്ന് മര്യാദയ്ക്ക് വീട്ടിലിരുന്ന പോരായിരുന്നു. അയ്യോ, അതായിരുന്നു എന്റെ ഫീലിംഗ്. സത്യം പറയാലോ, എനിക്കങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റിയില്ല സത്യം. പക്ഷെ പരിപാടി നല്ലായിരുന്നു, കണ്ടോ. ബട്ട് അത് കഴിഞ്ഞ് വാവയുടെ കുറച്ച് ഫീലിംഗ് കഴിഞ്ഞ് അവൻ മൂടൊക്കെ അപ്പോഴേക്കും നമ്മുടെ ഫയർ വർക്ക്സ് തുടങ്ങി. എന്റെ മോനെ, നോക്ക് സംഭവം നോക്ക്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഈ ഫയർ വർക്ക്സ് ഇവിടെ തുടങ്ങിയപ്പോഴേ എൻ്റെ മനസ്സിൽ നിന്ന് എന്തൊക്കെയൊക്കെയോ ഇങ്ങനെ ഇറങ്ങിപ്പോയ പോലെ, ഇങ്ങനെ ഐസൊക്കെ മെൽറ്റ് ആവണ പോലെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ആ സൗണ്ടും പിന്നെ ഈ ലൈറ്റും പിന്നെ അതുപോലെ നമ്മൾ ഈ വെള്ളത്തുള്ളികളൊക്കെ നമ്മളെ മേത്തേക്ക് വീഴുന്നുണ്ട്, അതും എല്ലാം കൂടി ആയപ്പോൾ സൂപ്പറായിരുന്നു കേട്ടോ. അപ്പൊ അതുവരെ ഉണ്ടായ ഒരു ബാഡും നെഗറ്റീവും ഒക്കെ അങ്ങോട്ട് മാറി ഞാൻ ഭയങ്കര ഹാപ്പിയായി. അങ്ങനെ നിങ്ങൾ കണ്ടോ കുറച്ച്. ഇനി നമുക്ക് അടുത്ത വീഡിയോ കാണാം കേട്ടോ. ബൈ.